അങ്ങനെ നയന തനിക്ക് വേണ്ടി ഒരുപാട് സഹിക്കുന്നുണ്ടെന്നും കഷ്ടപ്പെടുന്നുണ്ടെന്നും താൻ ഓരോ തവണ നയനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോഴെല്ലാം തനിക്ക് വേണ്ടി എല്ലാം സഹിച്ചു ക്ഷമിച്ചും അവൾ തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുകയാണെന്നും മനസ്സിലാക്കിയതുകൊണ്ട് ആദർശ് നയനെ പതിയെ പതിയെ സ്നേഹിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ നയനെ സുഖമില്ലാതെ കട്ടിലിൽ കിടക്കുമ്പോഴേക്കും നയനയുടെ കാലിൻ്റെ തൊട്ടരികിൽ വന്നിട്ട് ആദർശിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ ബാലൻസ് ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരൊന്നെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നയനയ്ക്ക് സുഖമില്ലാതൊക്കെ അതൊരു വീഡിയോ ആണ്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അത് കണ്ടിട്ട് ബാക്കി കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും കേട്ടോ. അങ്ങനെ ആദർശ് അവളുടെ കാലിനടുക്കൽ ഇങ്ങനെ പോയി ഇരിക്കുമ്പോഴായിരിക്കും കാലിൽ വെള്ളി കൊലുസ് കിടക്കുന്നത് കാണുന്നത്. ആദർശ് ഓർക്കാണ്, ഇത്രയും കോടീശ്വരനായ ഞാൻ ഈ ഒരു വലിയ മൂർത്തി സ്റ്റോറിയുടെ MD ആയ എൻ്റെ ഭാര്യയുടെ കാലിൽ കിടക്കുന്നത് വെള്ളി കൊലുസാണ്. അവൾക്കങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ഒരു മോതിരം പോലും അവൾ അങ്ങനെ എന്നെ കൂടെ മേടിപ്പിച്ചിട്ടുമില്ല. സാരി ആണെങ്കിൽ തന്നെ ഏതും പഴയതൊക്കെ ഉടുത്തിട്ട് നടക്കത്തുള്ളൂ. അങ്ങനെയൊന്നും ഇന്നേ വരെ കാശിന് വേണ്ടി ചോദിച്ചിട്ടൊന്നുമില്ല. അവളുടെ വീട്ടിലെ കഷ്ടപ്പാടുകൾ പോലും എന്നോട് പറയാതെ അവൾ സ്വമേധയാ അധ്വാനിച്ചാണ് വീട്ടിയത്. അത്രയ്ക്ക് നല്ലൊരു പെൺകുട്ടിയായിരുന്നു നയന. അവളുടെ മനസ്സ് മാത്രമല്ല അവളുടെ കഴിവും അത്രത്തോളം വിലമതിക്കാൻ കഴിയാത്തതാണ് എന്നൊക്കെ ഇങ്ങനെ ആദർശ് മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് ആദർശ് മനസ്സിലോർക്കാണ്, എന്തായാലും അവൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണം, അവളെ എങ്ങോട്ടെങ്കിലുമൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ ആദർശ് മനസ്സിൽ കരുതുന്നുണ്ട്. എന്തായാലും നയനയ്ക്ക് നല്ലൊരു സർപ്രൈസ് തന്നെ കൊടുക്കണമെന്നൊക്കെ ആദർശ് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് ആദർശ് ഓഫീസിലേക്കൊക്കെ പോയിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് നയനയെ അറിയാതെ നയനയ്ക്കായിട്ട് നല്ലൊരു കൊലുസ് ആദർശ് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ, സ്വർണ്ണ കൊലുസ്. അങ്ങനെ അതുകൊണ്ടാണ് ആദർശ് വരുന്നത്. അങ്ങനെ പതിവ് പോലെ രണ്ടുപേരും കട്ടിലിൽ കിടന്ന് ഉറങ്ങുകയാണ്. സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ നയനെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ആദർശ് ഇങ്ങനെ കാത്തിരിക്കായിരിക്കും. അങ്ങനെ നയന ഉറങ്ങിയ ആ സെക്കൻഡിൽ തന്നെ ആദർശ് പതിയെ അവൻ്റെ ബാഗിനുള്ളിൽ നിന്നും ആ ഒരു കൊലുസ് എടുക്കുന്നുണ്ട്. അങ്ങനെ നയനയുടെ കാലിൽ ആ കൊലുസ് അണിയിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആദർശ് ആലോചിക്കുകയാണ്, ഈ കൊലുസിന് ഏറ്റവും അർഹമായ കാല് ഇത് തന്നെയാണ്. ഇത് മനോഹരമായ കാല, ഇവളുടെ കാലിൽ ഈ കൊലുസിട്ടപ്പം ആ കൊലുസിന് തന്നെ ആയി സൗന്ദര്യം എന്നൊക്കെ ഇങ്ങനെ ആദർശ് മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. നയന നല്ല ഉറക്കമായിരിക്കും. ഓർക്കാണ്, ഇന്നേ വരെ ഞാൻ ഇവൾക്ക് ആകെപ്പാടെ 2 തവണ അവൾ ചെയ്ത ജോലിയുടെ കൂലി എന്നോണം 2 നെക്ലേസാണ് വാങ്ങി കൊടുത്തിട്ടുള്ളത്. ബാക്കി ഒന്നും തന്നെ അവളിനോട് ചോദിച്ചിട്ടില്ല. മുത്തശ്ശി കൊടുത്ത പഴയ സ്വർണ്ണാഭരണങ്ങളൊക്കെയാണ് അവൾ ഉപയോഗിക്കുന്നത്. ഒരു ജ്വല്ലറി ഉടമയുടെ ഭാര്യ ഇങ്ങനെ ഉപയോഗിച്ച് നടക്കുന്നതൊക്കെ ആദ്യമായിട്ടായിരിക്കും. പാവം അവളായതുകൊണ്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ല. ആ നവീനിലെങ്ങനെ ഞാൻ കിട്ടിയിരുന്നെങ്കിലോ, എന്നെ തല പറിച്ചേനെ എന്നൊക്കെ ആദർശ് ഓർക്കാണ്. വേറെ ഏതൊരു പെൺകുട്ടിയെ ഞാൻ കെട്ടിക്കൊണ്ടുവന്നെങ്കിൽ പോലും ഇത്രയൊക്കെ എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയില്ലായിരുന്നു. നയനയായതുകൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞാലും മിണ്ടാതെ സഹിച്ചും ക്ഷമിച്ചൊക്കെ നിൽക്കുന്നത്. എന്നോടവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടാ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശവർക്കാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം ഇതിനെക്കുറിച്ചുള്ള ഒന്നും പറയണ്ട. നാളെ ഇതാ കാണുമ്പോൾ ഉള്ള അവളുടെ റിയാക്ഷൻ എന്തായിരിക്കും അറിയണം. അതെനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആദർശിനെ ഓർക്കാണ്. ആദർശിനെ കിടന്നിട്ട് എങ്ങും ഉറക്കാൻ വരുന്നില്ല. അപ്പം നയനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുമ്പോൾ അവളുടെ കാലുള്ള കൊലുസ് ഇങ്ങനെ ആദർശ് നോക്കി തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് ഉറങ്ങിപ്പോവാണ്, നയനെ ഉറങ്ങിപ്പോവാണ് കേട്ടോ. അപ്പം നയനെ ഈ കൊലുസ് മാറിയ കാര്യമൊന്നും അറിയുന്ന കൂടിയില്ല. അങ്ങനെ രാവിലെ അവൾ കുളിയൊക്കെ കഴിഞ്ഞ് പൂജാമുറിയിലേക്ക് പോയി പൂജയൊക്കെ ചെയ്ത് അടുക്കളയിൽ കയറി കുക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഈ ഒരു കൊലുസിന് ചെറിയൊരു മണിയുള്ള കൊലുസാണ് മേടിച്ചിരിക്കുന്നത്. അപ്പം നയന ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ആദർശ് രാവിലെ എണീക്കുമ്പോഴത്തേക്കും നയന കോഫിയെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴും ആദർശ് ഇങ്ങനെ നോക്കുകയാണ്. അവൾ ഇതുവരെ അറിഞ്ഞില്ല ഈ കാര്യമൊന്നും, ഇങ്ങനെ ആലോചിക്കുകയാണ്. കാലിൽ കൊലുസ് മാറി കെട്ടിയതുപോലെ അറിഞ്ഞില്ല. എന്തായാലും ഉറക്കം അവൾ നിൽക്കി ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൻ ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് താഴേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് നയന അടുക്കളയിൽ നല്ല പണിയായിരിക്കും കേട്ടോ. അങ്ങനെ ഈ കോഫിയും കൊണ്ട് നയന എല്ലാവർക്കും ഇങ്ങനെ കൊണ്ട് കൊടുക്കാൻ നേരത്ത് അവളുടെ കൊലുസിൻ്റെ മണി ഇങ്ങനെ കിലുങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പരസ്പരം ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് എന്താ പതിവില്ലാത്തൊരു ശബ്ദം പോലെയെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. എന്താ മുത്തശ്ശി, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം, അല്ല എന്തോ ഒരു പതിവില്ലാത്തൊരു മണികിലുക്കം പോലെയെന്ന് പറയുമ്പോഴേക്കും ആദർശ് ഇങ്ങനെ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. അത് നയനമോള് വന്നപ്പോഴാണല്ലോ എന്ന് പറഞ്ഞിട്ട് കാണിച്ചെന്ന് പറഞ്ഞ് മുത്തശ്ശി നയനയുടെ സാരി ഇങ്ങനെ പതിയെ മാറ്റി നോക്കുമ്പോഴേക്കും അവളുടെ കാലിലെ കൊലുസ് കാണുകയാണ്. ആഹാ, പുതിയ കൊലുസാണോ മോളെ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അയ്യോ, ഈ കൊലുസ് എൻ്റെ കാലിൽ എങ്ങനെ വന്നേ, ഇത് ഏത് കൊലുസാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ജലജ ചോദിക്കുകയാണ്, ഓ പാവം, സ്വർണ്ണക്കൊലുസ് കാലിൽ വന്നതുപോലും നീ അറിഞ്ഞില്ലല്ലേ? കള്ളത്തരായിരിക്കും, നമ്മുടെ മൂർത്തി ജ്വല്ലറിയിലെ സ്വർണ്ണക്കൊലുസ് വിട്ടേക്കെന്ന് ഭർത്താവിനോട് പറഞ്ഞ് നിർബന്ധിച്ച് അവളെ കൊണ്ടിരിച്ചതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ആ കോഫി അങ്ങോട്ടൊക്കെ വെച്ചിട്ട് നയനെ പറയുന്നുണ്ട്, സത്യമായിട്ടും എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് വന്നിട്ട് ജലജോട് പറയാണ്, അപ്പച്ചി ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞ് കുടുംബത്തിനകത്ത് കലഹം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. നയന, ഞാനിത് നിനക്കായിട്ട് മേടിച്ചതാ. നീ രാത്രിയിൽ ഉറങ്ങിയപ്പോൾ നിന്റെ കാലിൽ ഞാൻ കെട്ടിത്തന്നതാ. നീ രാവിലെ അറിയുന്ന ഞാൻ കരുതിയത്, പക്ഷെ ഇത്ര നേരം നീ അറിഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ആദർശട്ടാ, ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ജയൻ ചോദിക്കുകയാണ്, ആഹാ, ഭാര്യയ്ക്ക് സ്വർണ്ണക്കൊലുസ് രഹസ്യമായിട്ട് കൊണ്ടുവന്ന്
ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാൻ തുടങ്ങിയല്ലേ, എന്നിട്ട് ആരും അറിയാതെ ഉറക്കത്തിൽ കെട്ടി കൊടുത്തല്ലോടാ എന്നൊക്കെ ചോദിക്കുകയാണ്. അല്ലച്ച, അതവൾ രാവിലെ കാണുമ്പോൾ ഉള്ള ആ ഒരു എക്സ്പ്രഷനും എക്സൈറ്റ്മെൻ്റ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുമ്പം കൊള്ളാം കൊള്ളാം, എന്തായാലും ഇപ്പോൾ നീ നല്ലൊരു ഭർത്താവുന്നുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും ദേവേനെ ഇങ്ങനെ രൂക്ഷമായിട്ട് അങ്ങനെ നോക്കുകയാണ്. ഈ സമയത്ത് ജലജ ദേവേനോട് പറയുന്നുണ്ട്, ചേച്ചിയോട് എന്താ പറഞ്ഞത്? ആദർശ് ഒരിക്കലും തന്നെ സ്നേഹിക്കില്ല, ആദർശ് തന്നെ ഇഷ്ടമല്ല, ഇപ്പം കണ്ടില്ലേ ഉറങ്ങിക്കിടന്ന് അവളുടെ കാലിൽ പോയിട്ട് സ്വർണ്ണ കൊലുസ കെട്ടിക്കൊടുത്തിരിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? അവൻ അവൾ അത്രയ്ക്ക് ഇഷ്ടമാണെന്നല്ലേ അവളുടെ കാലിലെ ഇന്നലെ വരെ വെള്ളിക്കൊലുസായിരുന്നത്. അത് കണ്ടപ്പം അവന് സങ്കടം വന്ന് കാണും, അല്ലെങ്കിൽ അവൾ പറഞ്ഞു കാണും. അതാ അവൻ ഇന്ന് തന്നെ സ്വർണം വാങ്ങിച്ചിട്ടുണ്ടെന്ന് അവളുടെ കാലിലണിയിച്ച് കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചെറിയമ്മ പറയാണ്, നല്ല ഭംഗിയുണ്ടല്ലോ ഈ കൊലുസ് കാണാനെന്നൊക്കെ പറയുന്നുണ്ട്. നവിയും വന്നിട്ട് പറയാണ്, നല്ല ഭംഗിയുണ്ട് നയനെ ഇത് കാണാൻ, എന്തായാലും എൻ്റെ ഭർത്താവ് ഇങ്ങനൊന്നും മേടിച്ചുകൊണ്ട് തരില്ല, പക്ഷേ എനിക്ക് മുത്തശ്ശി കുറേ സ്വർണ്ണാഭരണങ്ങൾ തന്നിട്ടുണ്ട്, അതിനകത്ത് ഇതുപോലെ 2-3 കൊലുസുണ്ടെന്നൊക്കെ നവിയെ പറയാൻ കേട്ടോ. എന്തായാലും നീ ഭാഗ്യമുള്ളവളാടി, നിൻ്റെ ഭർത്താവ് നിനക്ക് കൊണ്ട് തന്നല്ലോ, എൻ്റെ ഭർത്താവുണ്ട്, അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ലാത്തൊരു മനുഷ്യനെന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും ജലജ അങ്ങോട്ട് എഴുന്നേറ്റ് പറയുന്നുണ്ട്, അതേ നിൻ്റെ ഭർത്താവ് വെറും കൂലിക്കാരനാണ് അവിടുത്തെ, പക്ഷെ ആദർശം അങ്ങനെ അല്ലല്ലോ, MD അല്ലേ, അപ്പം ആരെയും കണക്കും കാര്യങ്ങളും ബോധിപ്പിക്കാതെ എന്ത് വേണമല്ലോ അവിടെ ചെയ്യാമല്ലോ, അവന് എത്ര സ്വർണ്ണം എടുത്താലും ആരും ഒന്നും പറയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആദർശിനെ കൊള്ളിച്ച് പറയുന്നുണ്ട്. അപ്പം ആദർശ് പറയാണ്, അപ്പച്ചി ഞാനിപ്പോൾ ഇവൾക്ക് വാങ്ങിക്കൊടുത്തിരിക്കുന്ന സ്വർണ്ണക്കൊലുസ് അത് എൻ്റെ ശമ്പളത്തിൽ നിന്നുള്ളതാണ്, എൻ്റെ ട്രസ്റ്റിൽ എൻ്റെ ശമ്പളത്തിൽ നിന്നുള്ള കാശിനാണ് ഞാൻ ആ ഒരു സ്വർണ്ണക്കൊലുസ് മേടിച്ചു കൊടുത്തിരിക്കുന്നത്, അല്ലാതെ മൂർത്തീസ് ജ്വല്ലറിൽ നിന്നും ഞാൻ 1 രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ പോലും എൻ്റെതായ രീതിക്ക് എടുത്തിട്ടില്ല. എൻ്റെ അധ്വാനം കൊണ്ടും എൻ്റെ പ്രയത്നം കൊണ്ടും എൻ്റെ സാലറി ഇനത്തിൽ വന്നുപെടുന്ന എൻ്റെ ട്രസ്റ്റിൽ നിന്നുമുള്ള എൻ്റെ ക്യാഷ് മാത്രമേ എടുക്കാറുള്ളൂ എന്ന് ആദർശ് പറയുന്നുണ്ട്. അപ്പോഴേക്കും ജലജ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, ജലജ നിന്റെ മോനെ പോലെയല്ല ആദർശ്, നിന്റെ മോനാണല്ലോ തക്കം കിട്ടിയാൽ 5 ലക്ഷം 10 ലക്ഷം ഒക്കെ വെച്ച് കമ്പലിന് അടിച്ചു മാറ്റുന്നത്. പക്ഷേ ആദർശിൻ്റെ ഭാഗത്തുനിന്നും ഇന്നേ വരെ 1 രൂപയുടെ കണക്കിൽ പോലും വ്യത്യാസം വന്നിട്ടില്ല. ആദർശ് അവിടുന്ന് 1 രൂപ എടുത്താൽ പോലും അതിൻ്റെ കണക്കുകൾ അപ്പോൾ തന്നെ ഓഡിറ്ററെ ബോധിപ്പിക്കുകയും അതുപോലെ തന്നെ അവന് ട്രസ്റ്റിൽ നിന്നുമാണ് ആ ക്യാഷ് എടുക്കുന്നതെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഈ മുത്തശ്ശൻ ഒരുപാട് സന്തോഷമായി, ഇപ്പം ആദർശും നയനമോളും ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതുപോലുള്ള ചെറിയ ചെറിയ സമ്മാനങ്ങൾ ഒരു ഭാര്യയ്ക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. അത് നീ ഇപ്പോൾ സ്വർണ്ണക്കൊലുസല്ല, അവൾക്ക് കുറച്ച് കുപ്പിവിളകൾ കൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ പോലും നയനമോൾ ഒരുപാട് സന്തോഷിച്ചേനെ. അതുകൊണ്ട് എൻ്റെ മോന് ഇനി ഇതുപോലെ സമ്മാനങ്ങളൊക്കെ കൊണ്ട് കൊടുത്ത് നിന്റെ ഭാര്യയുമായിട്ട് നന്നായിട്ട് ജീവിച്ചു പോകണം. അടുത്ത അനന്തപുരം തറവാട് നോക്കാൻ പോകേണ്ട കാരണവർ നീയാണ്. അതുകൊണ്ട് ഞാനും നിന്റെ മുത്തശ്ശിയും എങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചോ അതുപോലെ തന്നെ നീയും ജീവിക്കണമെന്നൊക്കെ ആദർശിനെ മുത്തശ്ശിനെ ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയനയ്ക്കാണെങ്കിലും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ഇതുവരെ അവൾക്ക് കാത്തിരുന്ന് അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു സമ്മാനമാണല്ലോ, അതുകൊണ്ട് തന്നെ അവനതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെയുള്ള വരാനിരിക്കുന്ന സ്റ്റോറീസൊക്കെ നമ്മുടെ ചാനൽ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.